മുമ്പിൽ വന്ന ആ പ്രശ്നങ്ങളെല്ലാം അഡ്രസ് ചെയ്തു. ചിലത് പൂർത്തിയായി, ചിലത് തുടങ്ങാൻ കഴിഞ്ഞു, ചിലത് തുടങ്ങുന്ന ഘട്ടത്തിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. കൊല്ലത്ത് ഇരവിപുരം മണ്ഡലത്തിൽ ഹാട്രിക്കിന് വേണ്ടി മത്സരിക്കുകയാണ് നിലവിലെ MLA ആയിട്ടുള്ള M നൌഷാദ്. ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം ഇങ്ങനെ 3 ഇരട്ടിയാണ് ഇപ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 3-ാം അംഗത്തിലും വിജയിച്ച് തന്നെ കയറുമല്ലേ? തീർച്ചയായും നല്ല ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഞാൻ പറഞ്ഞ 2016 ഞാൻ മത്സരിക്കുമ്പോൾ ഒരു ന്യൂ കമറാണല്ലോ ഞാൻ. അന്ന് ജനങ്ങൾക്ക് അങ്ങോട്ട് വാഗ്ദാനങ്ങൾ നൽകി, ഇന്ന കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ 2016 നിന്നും 21 ഞാൻ വീണ്ടും മത്സരിക്കുമ്പോൾ 2016 ലഭിച്ചതിനേക്കാൾ വോട്ടുകൾ കൂടുതൽ നേടിയാണ് ഞാൻ വിജയിക്കുന്നത്. അപ്പൊ 2026 ഞാനിപ്പോ മത്സരിക്കുമ്പോൾ 2016-21 ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ജനങ്ങൾക്കത് നേരിട്ട് ബോധ്യമുള്ളതല്ലേ. ഈ പ്രചരണത്തിലൊക്കെ കണ്ടത് ആളുകളോട് ചോദിക്കുകയാണ് ഇനി എന്തെങ്കിലും ഞാൻ ചെയ്തു തരാനുണ്ടോന്ന്, പക്ഷെ ആളുകൾക്കൊന്നും മറുപടിയില്ല. അപ്പൊ അത്രയും കോൺഫിഡന്റ് ആണ്. അല്ല, അതെ ഞാൻ പറഞ്ഞ നമ്മുടെ മുമ്പിൽ വന്ന അഡ്രസ് ചെയ്ത എല്ലാ പ്രശ്നത്തെയും മുമ്പിൽ വന്ന ആ പ്രശ്നങ്ങളെല്ലാം അഡ്രസ് ചെയ്തു. ചിലത് പൂർത്തിയായി, ചിലത് തുടങ്ങാൻ കഴിഞ്ഞു, ചിലത് തുടങ്ങുന്ന ഘട്ടത്തിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഇതിന് അതിന്റെ പൂർത്തീകരണം മതി. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാന്നുള്ള മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോ മേൽപ്പാലങ്ങൾ, അതുപോലെ തന്നെ പുലിമുട്ട് നിർമ്മാണം, പിന്നെ മുഴുവൻ സർക്കാർ സ്കൂളുകൾക്കും പുതിയ കെട്ടിടം ഉണ്ടായി കൊടുത്തു. മുഴുവൻ സർക്കാർ സ്കൂളുകൾക്കും റെയിൽവേ മേൽപ്പാലങ്ങൾ കൂടുതൽ ആവശ്യം വരുന്ന ഒരു മണ്ഡലമാണ് ഇരവിപുരം. അതെ, അവിടെ 6 മേൽപ്പാലങ്ങൾക്ക് ഞാൻ അനുമതി നേടിയെടുത്തിട്ടുണ്ട്. 6 എണ്ണത്തിന്. അതിലൊന്ന് പൂർത്തിയായി. അത് എത്രയോ പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമാണ്. ഒന്ന് വർക്ക് തുടങ്ങി, ഒന്ന് ടെൻഡർ ചെയ്തു. മറ്റുള്ളത് ഭൂമി ഏറ്റെടുക്കൽ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അപ്പൊ അതൊന്ന്. പിന്നെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് തന്നെ കിഫി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോർപ്പറേഷനുമായി ചേർന്നുകൊണ്ട് പദ്ധതി നടപ്പിലാക്കി. അതിന്റെ അന്തിമ ഘട്ടത്തിലാണ്. ഞാങ്കടവെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണത് വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ട്രീറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ കൂടി ജനങ്ങളിലേക്ക്, മുഴുവൻ വീടുകളിലേക്കും എത്തിക്കുന്ന തരത്തിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട്. A അസീസിനെയൊക്കെ പരാജയപ്പെടുത്തിയതാണ്. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ കാണുന്നത്? വലിയൊരു രാഷ്ട്രീയ പോരാട്ടമാണോ, അതേ മൊത്തത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ കാണും? അല്ല, തെരഞ്ഞെടുപ്പിൽ വികസനവും ക്ഷേമവുമാണ്. അതാണല്ലോ ഒരു സർക്കാരിന്റെ ചുമതല എന്ന് പറയുന്നത്. നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും സമാധാനപൂർവ്വമുള്ള ജീവിതം. ഇത് മൂന്നും ഇന്ന് ജനങ്ങൾക്കുണ്ട്. അപ്പൊ അതിനോട് ജനങ്ങൾ പ്രതികരിക്കും, സ്വാഭാവികമാണ്. ആ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നുണപ്രചാരണങ്ങൾ കൊണ്ട്, കഥകൾ മെനഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ വികസനം ചർച്ച ചെയ്യാതെ, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാതെ അജണ്ടകൾ മാറ്റിക്കൊണ്ടുപോയി തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ വെടക്കാക്കി തനിക്കാക്കാം എന്നുള്ള പരിശ്രമം ഉണ്ടല്ലോ, അത് കേരളത്തിൽ ഒരിക്കലും വിജയിക്കില്ല. ഓക്കെ, താങ്ക് യു. ഈ 3-ാം അംഗത്തിൽ ഇതുവരെ ലഭിച്ചതിനേക്കാൾ ഉപരി വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഇരവിപുരത്തെ LDF സ്ഥാനാർത്ഥി M നൌഷാദ്. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.